ഹായ് കൂട്ടുകാരെ, നമുക്ക് നവംബർ മാസത്തിലെ കറണ്ട് അഫയേഴ്സ് ഒന്ന് നോക്കാം. ഇത് വെരി ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, എല്ലാ ടെസ്റ്റുകൾക്കും ഉപകരിക്കുന്നതാണ്. ഡോക്ടർ എം.ആർ. രാഘവ വാര്യർക്ക് കേരള ജ്യോതി പുരസ്കാരം, അതുപോലെ തന്നെ പി.ബി. അനീഷ്, രാജശ്രീ വാര്യർ എന്നിവർക്ക് കേരള പ്രഭ പുരസ്കാരവും കിട്ടി. അപ്പം നവംബർ 1 തീയതിയാണ് ഡോക്ടർ എം.ആർ. രാഘവ വാര്യർക്ക് കേരള ജ്യോതി പുരസ്കാരം, പി.ബി. അനീഷ്, രാജശ്രീ വാര്യർ എന്നിവർക്ക് കേരള പ്രഭ പുരസ്കാരവും കിട്ടിയത്. കേരളം എന്ന രാജ്യത്ത് ആദ്യത്തെ അതിദാരിദ്ര്യ സംസ്ഥാനമായി പ്രഖ്യാപിച്ചത് നമ്മളെ കേരളത്തെയാണ്. നമ്മളെ രാജ്യത്ത് തന്നെ ആദ്യമായിട്ടാണ് അതിദാരിദ്ര്യ വിമുക്ത സംസ്ഥാനമായത്, അത് കേരളമാണ്. പിന്നെ നവംബർ 1 തീയതിയാണ് റസൂൽ പൂക്കുട്ടി കേരള ചലച്ചിത്ര അക്കാദമി ചെയർപേഴ്സണായത്. അപ്പോൾ ഓസ്കാർ കിട്ടിയ റസൂൽ പൂക്കുട്ടി കേരള സാഹിത്യ അക്കാദമി ചെയർപേഴ്സണായി. കേരള സർക്കാരിൻ്റെ പരമോന്നത സാഹിത്യ ബഹുമതിയായ എഴുത്തച്ഛൻ പുരസ്കാരം കെ.ജി. ശങ്കരപിള്ളയ്ക്കാണ്. അപ്പോൾ കേരള സർക്കാരിൻ്റെ പരമോന്നത സാഹിത്യ പുരസ്കാരമാണ് എഴുത്തച്ഛൻ പുരസ്കാരം. ആ എഴുത്തച്ഛൻ പുരസ്കാരം കിട്ടിയത് കെ.ജി. ശങ്കരപിള്ളയ്ക്ക് 2025 നവംബർ 1 തീയതി. അതുപോലെ നവംബർ 2 തീയതിയാണ് കെ.ജി. ശങ്കരപിള്ളയ്ക്ക് കിട്ടിയത്. പിന്നെ നവംബർ 3 തീയതി വനിതാ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പ് കിരീടം ഇന്ത്യക്ക് ദക്ഷിണാഫ്രിക്കയെയാണ് ഫൈനൽ പരാജയപ്പെടുത്തിയത്. അപ്പോൾ വനിതാ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പ് കിരീടം ഇന്ത്യക്കാണ് കിട്ടിയത്, അത് ദക്ഷിണാഫ്രിക്കയാണ് അവർ ഫൈനലിൽ പരാജയപ്പെടുത്തിയത്. ഇന്ത്യയിൽ നിന്ന് വിക്ഷേപിക്കുന്ന ഏറ്റവും ഭാരമേറിയ വാർത്താവിനിമയ ഉപഗ്രഹമാണ് CMS-3. അത് ഭ്രമണപഥത്തിലെത്തിയത്. അതുപോലെ തന്നെ ശ്രീഹരിക്കോട്ട സതീശ് ധവാൻ സ്പേസിൽ വെച്ചായിരുന്നു. അവിടെയാണ് സെൻറ്ററായിരുന്നത്. ISRO ആയിരുന്നു ഇതിൻ്റെ ദൗത്യം. അപ്പം ഇന്ത്യയിൽ നിന്ന് വിക്ഷേപിക്കുന്ന ഏറ്റവും ഭാരമേറിയ വാർത്താവിനിമയ ഉപഗ്രഹമാണ് CMS-3. അത് ഭ്രമണപഥത്തിലെത്തിയത് ശ്രീഹരിക്കോട്ട സതീശ് ധവാൻ സ്പേസ് സെൻറ്ററിൽ നിന്നായിരുന്നു. അതുപോലെ ISRO ആയിരുന്നു ഇതിൻ്റെ ദൗത്യം ഏറ്റെടുത്തത്. ഇനി നവംബർ 4 തീയതി സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ പ്രഖ്യാപിച്ചു കേട്ടോ. അത് മികച്ച നടൻ മമ്മൂട്ടി, മികച്ച നടി ഷംല ഹംസ, മികച്ച സംവിധായകൻ ചിദംബരം, അതുപോലെ തന്നെ മികച്ച സിനിമ മഞ്ഞുമ്മൽ ബോയ്സ്, മികച്ച ഛായാഗ്രഹകൻ ഷൈജു ഖാലിദ് എന്നിങ്ങനെ പ്രധാന പുരസ്കാരങ്ങൾ ഒത്തിരി കിട്ടി. അതിൽ മികച്ച നടൻ മമ്മൂട്ടി, മികച്ച നടി ഷംല ഹംസ, മികച്ച സംവിധായകൻ ചിദംബരം, മികച്ച സിനിമ മഞ്ഞുമ്മൽ ബോയ്സ്, പിന്നെ മികച്ച ഛായാഗ്രഹകൻ ഷൈജു ഖാലിദ് എന്നിവരായിരുന്നു. അതുപോലെ നവംബർ 6 തീയതി എന്ന് വെച്ചാൽ ന്യൂയോർക്ക് സിറ്റി മേയർ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യൻ വംശജനായ ഡെമോക്രാറ്റ് സ്ഥാനാർത്ഥി സുഹ്റാൻ മംദാനിക്ക് വിജയം കിട്ടി. അപ്പം ന്യൂയോർക്ക് സിറ്റി മേയർ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യൻ വംശജനായ ഡെമോക്രാറ്റ് സ്ഥാനാർത്ഥി സുഹ്റാൻ മംദാനിക്ക് വിജയം കിട്ടി ന്യൂയോർക്ക് സിറ്റി മേയർ തെരഞ്ഞെടുപ്പിൽ. അത് ഇന്ത്യൻ വംശജനാണ് അദ്ദേഹം. ആഗോള പട്ടിണി സൂചിക പ്രകാരം സൊമാലിയ ഏറ്റവും പട്ടിണിയുള്ള രാജ്യമായിട്ട് പ്രഖ്യാപിച്ചു. 127 രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം 102 അപ്പോൾ ആഗോള പട്ടിണി സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 102. അപ്പം ഏറ്റവും കൂടുതൽ ദാരിദ്ര്യമായ രാജ്യം ഏതാണ്, പട്ടിണി കിടക്കുന്ന ആൾക്കാരുള്ളത്? സൊമാലിയയിലാണ് ഏറ്റവും പട്ടിണിയുള്ള രാജ്യം. അതിൽ നമ്മുടെ രാജ്യത്താണെങ്കിലോ 102 സ്ഥാനമാണുള്ളത്. 127 രാജ്യങ്ങളുടെ പട്ടികയിലെടുത്തപ്പോൾ 102ാമത്തെ സ്ഥാനം ഇന്ത്യക്കാണ് പട്ടിണിയുള്ള രാജ്യത്തിൽ, 102ാം സ്ഥാനം. ഇനി അസീം മുനീർ പാകിസ്ഥാൻ സംയുക്ത സേനാ മേധാവിയായി. അപ്പം നവംബർ 9 അസീം മുനീർ പാകിസ്ഥാൻ്റെ സംയുക്ത സേനാ മേധാവി എന്ന് വെച്ചാൽ ചീഫ് ഓഫ് ഡിഫൻസ് സംയുക്ത സേനാ മേധാവിയായിട്ടത് ആയതാരാണ്? അസീം മുനീറാണ്. ഫിലിപ്പീൻസിൽ നടന്ന ആസിയാൻ ചെസ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയുടെ VS രാഹുൽ ഇന്ത്യയുടെ 91ാമത് ഗ്രാൻഡ് മാസ്റ്ററുമാണ്. അപ്പോൾ ഫിലിപ്പീൻസിൽ നടന്ന ആസിയാൻ ചെസ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയുടെ VS രാഹുലാണ് വിജയിയായത്. രാഹുൽ ഇന്ത്യയുടെ 91ാമത് ഗ്രാൻഡ് മാസ്റ്ററുമാണ്. ഇനി ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിലെ അതിവേഗ അർദ്ധ സെഞ്ചുറിയുടെ ലോക റെക്കോർഡ് മേഘാലയയുടെ രാജ്ഞി താരം ആകാശ് ചൗധരിക്ക് തുടർച്ചയായി 8 സിക്സറുകളുമായി 11 പന്തിലാണ് ചൗധരി അർദ്ധ സെഞ്ചുറി നേടിയത്. അപ്പം ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിലെ അതിവേഗ അർദ്ധ സെഞ്ചുറിയുടെ ലോക റെക്കോർഡ് മേഘാലയയുടെ രാജ്ഞി താരം ആകാശ് ചൗധരിക്കാണ്. തുടർച്ചയായി 8 സിക്സറുകളുമായി 11 പന്തിലാണ് ചൗധരി അർദ്ധ സെഞ്ചുറി നേടിയത്. ഇനി തൊഴിലില്ലായ്മ നിരക്ക് രാജ്യത്ത് 5.2%, കേരളത്തിൽ 8%. അപ്പം തൊഴിലില്ലായ്മ നിരക്ക് രാജ്യത്ത് 5.2%, അതിൽ കേരളത്തിലാണെങ്കിലോ
8% തൊഴിലില്ലായ്മ നിരക്ക്. സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവത്തിൽ മലപ്പുറം ജില്ല ഓവറോൾ ചാമ്പ്യന്മാരായി. അപ്പോൾ സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവത്തിൽ മലപ്പുറം ജില്ലയാണ് ഓവറോൾ ചാമ്പ്യന്മാരായത്. പാലക്കാടും കണ്ണൂരും 2-3 സ്ഥാനങ്ങളാണ് കിട്ടിയത്. പാലക്കാടിനും കണ്ണൂരും 2-3 സ്ഥാനങ്ങളിലെത്തി. അപ്പം 1-ാം സ്ഥാനം ആർക്കാണ്? മലപ്പുറം ജില്ലയ്ക്കാണ്. രണ്ടാം സ്ഥാനം പാലക്കാടും കണ്ണൂരുമാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി കെ ജയകുമാറിനെ നിയമിച്ചു. തിരുവിതാംകൂറിലെ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി കെ ജയകുമാറിനെ നിയമിച്ചു. ദേശീയ സബ് ജൂനിയർ ചെസ്സിൽ മലയാളി ഗൗതം കൃഷ്ണ ചാമ്പ്യനായി. ദേശീയ സബ് ജൂനിയർ ചെസ്സിൽ മലയാളി ഗൗതം കൃഷ്ണ ചാമ്പ്യനായി. ഫോർമുല 1 ബ്രസീലിയൻ ഗ്രാൻഡ് പ്രിയൻ മാക് ലാരൻ ഡ്രൈവർ ലാൻഡോ നോറിസ് ജേതാവുമായി. ഫോർമുല 1 ബ്രസീലിയൻ ഗ്രാൻഡ് പ്രിയൻ മാക് ലാരൻ ഡ്രൈവർ ലാൻഡോ നോറിസ് ജേതാവ്. ഈ വർഷത്തെ ബുക്കർ സമ്മാനം ഹംഗേറിയൻ ബ്രിട്ടീഷ് എഴുത്തുകാരൻ ഡേവിസ് സൊലോയുടെ ഫ്ലഷ് എന്ന നോവലിനാണ്. അപ്പം ഈ വർഷത്തെ ബുക്കർ സമ്മാനം ഹംഗേറിയൻകാരനാണ്, ബ്രിട്ടീഷ് എഴുത്തുകാരനാണ്. സേവിസ് സൊലോയുടെ ഫ്ലഷ് എന്ന നോവലിനാണ്. ഇനി സെർജിയോ ഗോർ ഇന്ത്യയിലെ US അംബാസിഡറാണ്. അപ്പോൾ സെർജിയോ ഗോറാണ് ഇന്ത്യയുടെ US അംബാസിഡർ. കിഴക്കൻ ലഡാക്കിലെ ന്യാമയിൽ നിർമ്മിച്ച ഇന്ത്യയുടെ വ്യോമകേന്ദ്രം വ്യോമസേനാ മേധാവി എയർ ചീഫ് മാർഷൽ AP സിംഗ് ഉദ്ഘാടനം ചെയ്തു. അപ്പം കിഴക്കൻ ലഡാക്കിലെ ന്യാമയിൽ നിർമ്മിച്ച ഇന്ത്യയുടെ വ്യോമകേന്ദ്രമാണ് വ്യോമസേനാ മേധാവിയായ എയർ ചീഫ് മാർഷൽ MB സിംഗ് ഉദ്ഘാടനം ചെയ്തു. MB സിംഗ് ആണ് വ്യോമസേനാ മേധാവി. ചീഫ് മാർഷൽ MB സിംഗ് ആണ്. അതുപോലെ ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 202 സീറ്റ് നേടി NDA മുന്നണിക്ക് വിജയം. അപ്പോൾ 243-202 സീറ്റും ആർക്കാണ്? NDAക്കാണ് കിട്ടിയത് ബീഹാർ തെരഞ്ഞെടുപ്പിൽ. അസോസിയേഷൻ ഓഫ് ടെന്നീസ് പ്രൊഫഷണൽ ATP റാങ്കിങ്ങിൽ സ്പാനിഷ് താരം കാർലോസ് അൽക്കാരസ് ഒന്നാമതായി. അപ്പോൾ അസോസിയേഷൻ ഓഫ് ടെന്നീസ് പ്രൊഫഷണൽസ് ATP റാങ്കിൽ സ്പാനിഷ് താരമായ കാർലോസ് അൽക്കാരസ് ആണ് ഒന്നാമതായത്. CBSE സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ മലബാർ സഹോദയ ചാമ്പ്യന്മാരായി. CBSE സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ മലബാർ സഹോദയ ചാമ്പ്യന്മാരായി. അപ്പോൾ CBSE സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ മലബാർ സഹോദയാണ് ചാമ്പ്യന്മാരായത്. നടി കീർത്തി സുരേഷ് യൂണിസെഫ് ഇന്ത്യയുടെ സെലിബ്രിറ്റി അഡ്വക്കേറ്റായി. അപ്പം നടി കീർത്തി സുരേഷ് യൂണിസെഫ് ഇന്ത്യയുടെ സെലിബ്രിറ്റി അഡ്വക്കേറ്റാണ്. നടി കീർത്തി സുരേഷ് യൂണിസെഫിൻ്റെ ഇന്ത്യയുടെ സെലിബ്രിറ്റി അഡ്വക്കേറ്റാണ്. കേരളത്തിലെ മികച്ച കായിക താരത്തിനുള്ള 2025 ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ പുരസ്കാരം ട്രിപ്പിൾ ജമ്പ് താരം എൽദോസ് പോളിന്. കേരളത്തിലെ മികച്ച കായിക താരത്തിനുള്ള 2025 ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ പുരസ്കാരം ട്രിപ്പിൾ ജമ്പ് താരം എൽദോസ് പോളിനാണ്. ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയെ രാജ്യത്തെ ഇടക്കാല സർക്കാർ നിയോഗിച്ച രാജ്യാന്തര ട്രൈബ്യൂണൽ വധശിക്ഷയ്ക്ക് വിധിച്ചു. ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയെ രാജ്യത്തെ ഇടക്കാല സർക്കാർ നിയോഗിച്ച രാജ്യാന്തര ട്രൈബ്യൂണൽ വധശിക്ഷയ്ക്ക് വിധിച്ചു. അപ്പോൾ ബംഗ്ലാദേശിലെ പ്രധാനമന്ത്രി ആയിരുന്നു ഷെയ്ഖ് ഹസീന. അവരെ രാജ്യത്തെ ഇടക്കാല സർക്കാർ നിയോഗിച്ച രാജ്യാന്തര ട്രൈബ്യൂണൽ വധശിക്ഷയ്ക്ക് വിധിച്ചു. ATP ഫൈനൽ ടെന്നീസ് ചാമ്പ്യൻഷിപ്പിൽ ഇറ്റാലിയൻ താരം യാനിക് സിന്നർ ജേതാവായി. ATP ഫൈനൽ ടെന്നീസ് ചാമ്പ്യൻഷിപ്പിൽ ഇറ്റാലിയൻ താരം യാനിക് സിന്നർ ജേതാവായി. 2026 ഫുട്ബോൾ ലോകകപ്പ് മത്സരത്തിന് കരീബിയൻ ദ്വീപ് രാജ്യമായ കുറസാവോ യോഗ്യത നേടിയ ഏറ്റവും ചെറിയ രാജ്യമാണിത്. 2026 ഫുട്ബോൾ ലോകകപ്പ് മത്സരത്തിന് കരീബിയൻ ദ്വീപ് രാജ്യമായ കുറസാവോ യോഗ്യത നേടിയ ഏറ്റവും ചെറിയ രാജ്യമാണ് കുറസാവോ. ഇതിലാണ് 2026 ഫുട്ബോൾ ലോകകപ്പ് മത്സരത്തിന് കരീബിയൻ ദ്വീപ് രാജ്യമായ കുറസാവോ യോഗ്യത നേടി ഏറ്റവും ചെറിയ രാജ്യമാണിത്. ബീഹാർ മുഖ്യമന്ത്രിയായി നിതീഷ് കുമാർ ചുമതലയേറ്റു. ബീഹാർ മുഖ്യമന്ത്രിയാണ് നിതീഷ് കുമാർ. നോയിഡയിൽ നടന്ന വേൾഡ് ബോക്സിംഗ് കപ്പിൽ ഇന്ത്യ ചാമ്പ്യൻഷിപ്പായി. അപ്പം നോയിഡയിൽ നടന്ന വേൾഡ് ബോക്സിംഗ് കപ്പിൽ ഇന്ത്യ ചാമ്പ്യൻഷിപ്പായി. UN കാലാവസ്ഥാ ഉച്ചകോടി ബ്രസീലിയൻ ബെലാമിൽ നടന്നു. അപ്പോൾ UN കാലാവസ്ഥാ ഉച്ചകോടി നടന്നത് ബ്രസീലിയയിലെ ബെലാമിൽ നടന്നു. ഇനി തായ്ലാൻഡിൽ നടന്ന ഏഷ്യൻ യൂത്ത് റാപ്പിഡ് ചെസ് അണ്ടർ-10 വിഭാഗത്തിൽ കഴക്കൂട്ടം സ്വദേശി ദിവി വിജേഷ് ചാമ്പ്യനായി. അപ്പം തായ്ലാൻഡിൽ നടന്ന ഏഷ്യൻ യൂത്ത് റാപ്പിഡ് ചെസ് അണ്ടർ-19 വിഭാഗത്തിൽ കഴക്കൂട്ടം സ്വദേശി ദിവി വിജേഷ് ചാമ്പ്യനായി. ഇന്ത്യയുടെ 53ാമത് ചീഫ് ജസ്റ്റിസായി ജസ്റ്റിസ് സൂര്യകാന്ത് ചുമതലയേറ്റു. അപ്പോൾ ഇന്ത്യയുടെ 53ാം ചീഫ് ജസ്റ്റിസായി ജസ്റ്റിസ് സൂര്യകാന്ത് ചുമതലയേറ്റു. ഓസ്ട്രേലിയൻ ഓപ്പൺ സൂപ്പർ 500 ബാഡ്മിൻ്റൺ പുരുഷ സിംഗിൾസ് ഇന്ത്യയുടെ ലക്ഷ്യ സെൻ ജേതാവായി. ഓസ്ട്രേലിയൻ ഓപ്പൺ സൂപ്പർ 500 ബാഡ്മിൻ്റൺ പുരുഷ സിംഗിൾസിൽ ഇന്ത്യയുടെ ലക്ഷ്യ സെൻ ജേതാവായി.
ഫോർമുല 1 ലാസ് വേഗസ് ഗ്രാൻഡ് മാക്സ് വെസ്റ്റപ്പൻ ജേതാവായി. ഇപ്പോൾ ഫോർമുല 1 ലാസ് വേഗസ് ഗ്രാൻഡ് മാക്സ് വെസ്റ്റപ്പൻ ജേതാവായി. ബംഗ്ലാദേശിൽ നടന്ന വനിതാ കബഡി ലോകകപ്പിൽ ഇന്ത്യക്ക് കിരീടം. ബംഗ്ലാദേശിൽ നടന്ന വനിതാ കബഡി ലോകകപ്പിൽ ഇന്ത്യക്കാണ് കിരീടം. 14,490 അക്രമം നേരിടുന്ന വനിതകൾക്കായി ദേശീയ വനിതാ കമ്മീഷൻ ഏർപ്പെടുത്തിയ പുതിയ ഹെൽപ്പ് ലൈൻ നമ്പറാണ്. അപ്പം 1449 അപ്പം 1449 അക്രമം നേരിടുന്ന വനിതകൾക്കായി ദേശീയ വനിതാ കമ്മീഷൻ ഏർപ്പെടുത്തിയ പുതിയ ഹെൽപ്പ് ലൈൻ നമ്പറാണ് 1449 144 എന്ന് പഠിച്ചു വയ്ക്കുക. ആക്രമണം നേരിടുന്ന വനിതകൾക്കായി ദേശീയ വനിതാ കമ്മീഷൻ ഏർപ്പെടുത്തിയ പുതിയ ഹെൽപ്പ് ലൈൻ നമ്പറാണ് 144. 12ൻ്റെ സ്ക്വയർ 144 ആക്രമണം നേരിടുന്ന വനിതകൾക്കായി ദേശീയ വനിതാ കമ്മീഷൻ ഏർപ്പെടുത്തിയ പുതിയ ഹെൽപ്പ് ലൈൻ നമ്പർ. ദേശീയ നിയമസഹായ അതോറിറ്റിയുടെ ചെയർമാനായി ജസ്റ്റിസ് വിക്രം നാഥ് നിയമിതനായി. ദേശീയ നിയമസഹായ അതോറിറ്റിയുടെ ചെയർമാനാണ് വിക്രം നാഥ്. അദ്ദേഹം നിയമിതനായത് നവംബർ 25-നാണ്. ഫിഡെ ചെസ് ലോകകപ്പിൽ ഉസ്ബെക്കിസ്ഥാൻ്റെ ജവോഹിർ സിന്ദറോവ് ജേതാവായി. ഫിഡെ ചെസ് ലോകകപ്പിൽ ഉസ്ബെക്കിസ്ഥാൻ്റെ ജവോഹിർ സിന്ദറോവ് ജേതാവായി. ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഡെമോക്രസി ആൻഡ് ഇലക്ട്രൽ അസിസ്റ്റൻസിൻ്റെ IIDA അധ്യക്ഷനായി മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഗ്യാനേഷ് കുമാർ നിയമിതനായി. ഗ്യാനേഷ് കുമാറാണ് ഇപ്പോൾ നമ്മുടെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ. അപ്പോൾ ഇൻ്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഡെമോക്രസി ആൻഡ് ഇലക്ട്രൽ അസിസ്റ്റൻസിൻ്റെ അധ്യക്ഷനായി മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ നിയമിതനായി. ഗോവയിൽ നടന്ന ഇന്ത്യൻ രാജ്യാന്തര ചലച്ചിത്രമേളയിൽ വിയറ്റ്നാമീസ് ചിത്രമായ സ്കിൻ ഓഫ് യൂത്തിന് സുവർണ്ണ മയൂരമായി. അപ്പോൾ സുവർണ്ണ മയൂരം എന്തിനാണ്? ഗോവയിൽ നടന്ന ഇന്ത്യൻ രാജ്യാന്തര ചലച്ചിത്രമേളയിൽ വിയറ്റ്നാമീസ് ചിത്രമായ സ്കിൻ ഓഫ് യൂത്തിന് സുവർണ്ണ മയൂരം കിട്ടി. കേരള രാജ്യാന്തര ചലച്ചിത്രമേളയുടെ സ്പിരിറ്റ് ഓഫ് സിനിമ പുരസ്കാരം കനേഡിയൻ ചലച്ചിത്രകാരി കെല്ലി ഫൈഫ് മാർഷലിനാണ്. അപ്പം കേരള രാജ്യാന്തര ചലച്ചിത്രമേളയുടെ സ്പിരിറ്റ് ഓഫ് സിനിമ പുരസ്കാരം കേരള രാജ്യാന്തര ചലച്ചിത്രമേളയുടെ സ്പിരിറ്റ് ഓഫ് സിനിമ പുരസ്കാരം കനേഡിയൻ ചലച്ചിത്രകാരി കെല്ലി ഫൈഫ് മാർഷലിനാണ്. ഗവർണറുടെ ഔദ്യോഗിക വസതിയായ രാജ്ഭവനുകളുടെ പേര് ലോകഭവൻ എന്നാക്കി മാറ്റി. ഗവർണറുടെ ഔദ്യോഗിക വസതിയായ രാജ്ഭവനുകളുടെ പേരെന്താക്കി മാറ്റി? ലോകഭവൻ. ഇനി ലോകഭവൻ എന്നാണ് രാജ്ഭവനെ അറിയപ്പെടുന്നത്. അത് എന്തായാലും ഈ എക്സാമിന് 1 മാർക്കിന് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു അറിവാണ്. ഗവർണറുടെ ഔദ്യോഗിക വസതിയായ രാജ്ഭവൻ്റെ പേരിപ്പോൾ ലോകഭവൻ എന്നാക്കി മാറ്റിയത്. ഓക്കെ, താങ്ക് യു.